ഹലോ എവരി വൺ. മാഗ്നസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സിലബസ് അപ്ഡേഷനും നമ്മുടെ റിസർച്ച് പർപ്പസിന് വേണ്ടി കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഐഫോൺ ലേറ്റസ്റ്റ് മോഡൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 16 പ്രോൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ അല്ല, ഇവിടെ നമ്മുടെ ഒരു ടെക് ടോക്ക് എപ്പിസോഡിൽ യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവരുന്ന റെഗുലേഷൻസ് കാരണം ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ ഹാർഡ്വെയർ ഡിസൈനിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം iOS 18 അതുപോലെ ഐഫോൺ 16 സീരീസ് ലോഞ്ച് ആയപ്പോൾ ഇംപ്ലിമെൻ്റ് ആയിട്ടുണ്ട്. പല പാർട്സുകളും റിപ്പയർ ഫ്രണ്ട്ലി ആയിട്ടാണ് ആപ്പിൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരത്തെ ഒരുമിച്ച് വന്നിരുന്ന പല സ്ട്രിപ്പുകളും ഇപ്പോൾ സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാർട്ട് മാത്രം കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് മാത്രം റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. പക്ഷേ മദർ ബോർഡിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രത്തോളം റിപ്പയർ ഫ്രണ്ട്ലി അല്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസസംബ്ലി വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ ബാറ്ററിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് 16 ആണെന്നുണ്ടെങ്കിൽ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ബാറ്ററി വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. 16 പ്രോൻ്റെ ബാറ്ററി ഇങ്ങനെ ഒരു മെറ്റാലിക് കവറോട് കൂടിയിട്ടാണ് വരുന്നത്. ഇങ്ങനെ വരാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തത് ഹീറ്റ് ഡിസിപ്പാഷന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു റെഗുലേഷൻ കാരണമാണ്. ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസുകളും, അത് മൊബൈൽ ഫോൺ ആയിക്കോട്ടെ ഇലക്ട്രോണിക് വെഹിക്കിൾസ് ആയിക്കോട്ടെ, അതിലുള്ളൊക്കെ ബാറ്ററി വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ കഴിയണം, അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യാൻ കഴിയണം എന്നുള്ള ഒരു റെഗുലേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇതേ രീതിയിലുള്ള ചേഞ്ചസ് വന്നിട്ടുള്ളത്. അപ്പോൾ 16 പ്രോ എങ്ങനെ ഡിസസംബിൾ ചെയ്യാന്നുള്ളത് നോക്കാം. ഈ ഫോണ് ബാക്ക് സൈഡിൽ നിന്ന് ഡിസസംബിൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ബോർഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബോർഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ട്രൈ ചെയ്ത സമയത്ത് ഈ ഒരു ഡിസ്പ്ലേ കണക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി ഡിസ്കണക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് വെച്ചതിന് ശേഷം ഡിസ്കണക്ട് ചെയ്യണം. അതിന് ശേഷമാണ് ബോർഡിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബോർഡ് നമുക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇയർ പീസിൻ്റെ സ്പീക്കർ വരുന്ന ആ ഒരു സെറ്റ്, അതുപോലെ ആൻറ്റന വരുന്ന ആ ഒരു സെറ്റ് റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു മദർ ബോർഡിനെ റിമൂവ് ചെയ്യാൻ കഴിയുള്ളൂ. പ്രോ മദർ ബോർഡ് ഐഫോൺ 14 പ്രോ അതുപോലെ 15 പ്രോനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ചെറുതാണ്. അതുപോലെ തന്നെ CPU ഈ ഒരു ബോർഡിൽ ലോവർ സൈഡിലാണ് വരുന്നത്.
ഈ 16 Pro മോഡലിൽ മൈക്ക് ചാർജിങ് സ്ട്രിപ്പിൽ ഒരുമിച്ചല്ല വരുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈക്ക് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ചാർജിങ് സ്ട്രിപ്പ് മൊത്തമായിട്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു മൈക്ക് മാത്രം റീപ്ലേസ് ചെയ്തിട്ട് കംപ്ലയിൻറ്റ് സോൾവ് ചെയ്യാൻ പറ്റും. Proയിലും Pro Maxലും ബാറ്ററി ഓൾഡ് മെത്തേഡിൽ തന്നെയാണ് റിമൂവ് ചെയ്യുന്നത്. iPhone 16ലും 16 Plusലും ആപ്പിൾ പുതിയൊരു മെത്തേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ബാറ്ററിയുടെ മുകളിലുള്ള മെറ്റൽ പ്ലേറ്റിലേക്ക് ഒരു 9 വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് സൈഡിലുള്ള ഗമ്മിനെ ഫാസ്റ്റായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്യാൻ കഴിയും.